ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കാരറ്റ് ജ്യൂസുമായിട്ടാണ്. സാധാരണയുള്ള കാരറ്റ് ജ്യൂസ് ഇഷ്ടപ്പെടാത്തവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയും ചാനലും ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ ഞാനിവിടെ നമ്മുടെ കാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ക്യാരറ്റ് മുറിച്ച് പുഴുങ്ങിയെടുത്തതാണിത്. നന്നായും വെന്തിട്ടുണ്ട്. അപ്പം മാത്രമേ ക്യാരറ്റിൻ്റെ മണമില്ലാതെ ഉണ്ടാവുള്ളൂ. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ലിറ്റർ പാലും കൂടിയാണ് ഞാൻ ഈ ജ്യൂസിനായിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കണം ഈ ജ്യൂസ് അടിക്കാൻ. അപ്പോൾ കുറച്ച് പാലൊഴിച്ച് നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യാം. അതിനുശേഷം കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പം ബാക്കിയുള്ള 1/2 ലിറ്റർ പാലിൽ ബാക്കിയുള്ളത് പാനിലൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കസ്റ്റാർഡ് നേരത്തെ കലക്കി വെച്ച് കസ്റ്റാർഡ് വെച്ച് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിം ആയിക്കണം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അടിക്ക് പിടിക്കും. അതുകൊണ്ട് നന്നായി ഒന്ന് ഇളക്കി തിളച്ച് വന്ന് കുറച്ചൊരു കട്ടിയുള്ള പരുവത്തിലാകുമ്പോൾ നമുക്കിത് ഓഫാക്കി എടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കസ്റ്റാർഡ് ശരിയാവും. നല്ല കസ്റ്റാർഡും ക്യാരറ്റും കൂടി അടിക്കുമ്പോൾ ക്യാരറ്റ് ജ്യൂസാണെന്ന് തോന്നുകയില്ല. നല്ലൊരു ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് ഉണ്ടാവുക. ഇപ്പോൾ കസ്റ്റാർഡ് ആയി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി എടുത്ത് ക്യാരറ്റ് ജ്യൂസ് അടിക്കാം. ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ച് ക്യാരറ്റ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കസ്റ്റാർഡും കൂടി ഇട്ട് നന്നായി ഒന്ന് അടിച്ചിട്ട് വരാം. അപ്പോഴത്തേക്ക് നമ്മുടെ സ്പെഷ്യൽ ക്യാരറ്റ് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും ചെയ്തു നോക്കുക. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. ഇപ്പം ഞാൻ കുറച്ച് കസ്കസ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് അല്ലേ, അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകാൻ വേണ്ടിയിട്ടാണ് കസ്കസും കൂടി ഇട്ടത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.